ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇനി ഇങ്ങനെ ഒരാളെ കിട്ടാൻ എത്ര നാൾ കാത്തിരിക്കണം? ഇനി ഇങ്ങനെ ഒരാളെ കിട്ടാൻ കർത്താവേ ഞങ്ങൾ എത്ര നാൾ കാത്തിരിക്കണം? ബെനഡിക്ട് 16 മാർപ്പാപ്പയെക്കുറിച്ച് എനിക്ക് പറയാൻ തോന്നുന്നത് അങ്ങനെയാണ്. വിജ്ഞാനത്തിൻ്റെയും വിശുദ്ധിയുടെയും ദിവ്യ നക്ഷത്രമാണ് അദ്ദേഹം. വിശ്വാസത്തിൻ്റെ വടവൃക്ഷം, സൂര്യനെയും നക്ഷത്രങ്ങളെയും ചലിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ ഉടമ, പ്രത്യാശയുടെ കാവൽമാടം, സത്യത്തിൻ്റെ സ്നാനം. വിശുദ്ധരാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാതാക്കൾ, യഥാർത്ഥ വ്യാഖ്യാതാക്കൾ എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അത് രണ്ടും അദ്ദേഹത്തിന് ഏറ്റവും നല്ല രീതിയിൽ ചേരും. വേദത്താളുകളിൽ അടിത്തറയിട്ട വിശുദ്ധി, തിരുവചനങ്ങളുടെ അത്യഗാധ വ്യാഖ്യാനം, ഇത് രണ്ടും ചേരുന്ന മഹൽ വ്യക്തി, വിശുദ്ധനായ വ്യക്തി, അതാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ 6 ഗ്രന്ഥങ്ങൾ ഞാൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ അല്ലാതെയും ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രസംഗങ്ങളിലൊക്കെ. ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ ആരാധകൻ എന്നാണ് എന്നെ പലപ്പോഴും വിശേഷിപ്പിക്കുന്നത്. ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ധാരാളം കാര്യങ്ങൾ നിങ്ങൾ കേൾക്കും. എന്നാൽ വളരെ അടുത്തറിഞ്ഞ ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തെ ഇവിടെ ഒന്ന് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചില കാര്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. 1921 ഏപ്രിൽ 16 ദുഃഖശനിയാഴ്ചയാണ് ജർമ്മനിയിലെ ബവാറിയയിലുള്ള ഒരു ഗ്രാമീണ കർഷക കുടുംബത്തിൽ ജോസഫ് റാറ്റ്സിംഗർ ജനിച്ചത്. ദുഃഖശനിയാഴ്ച പള്ളിയിൽ മാമോദിസ നടക്കുന്ന സമയം. ജനിച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം മാമോദിസ സ്വീകരിച്ചു. ദുഃഖശനിയാഴ്ച. ഇപ്പോൾ 2022 അവസാനത്തെ ശനിയാഴ്ച അദ്ദേഹം സ്വർഗത്തിലേക്ക് സ്നാനപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അപ്പൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ഹിറ്റ്ലറിൻ്റെ നാസികൾ സ്വന്തം വികാരിച്ചനെ നിഷ്ഠൂരം മർദ്ദിക്കുന്നത് നേരിട്ട് കണ്ടിട്ടുള്ളവനാണ് ജോസഫ് റാറ്റ്സിംഗർ. യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുമുണ്ട് ഒരു യുവാവ് എന്ന നിലയിൽ. എങ്കിലും ഈ തിക്താനുഭവങ്ങളൊന്നും തന്നെ ദൈവത്തിൽ നിന്ന് പിന്തിരിയാനോ ദൈവത്തിന് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെക്കാനോ ഉള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചില്ല. 1946 മുതൽ 1951 വരെ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും അദ്ദേഹം പഠിച്ചു. തൻ്റെ സഹോദരൻ ജോർജിനോടൊപ്പം 1951 ജൂൺ 29 തിരുപ്പട്ടം സ്വീകരിച്ചു. 2 വർഷത്തിനുള്ളിൽ അദ്ദേഹം ഡോക്ടറേറ്റ് നേടി. 1953 സഭയെക്കുറിച്ചുള്ള ആഗസ്തീനോസിന്റെ സിദ്ധാന്തം, അതിൽ ദൈവഭവനവും ജനങ്ങളും എന്ന വിഷയത്തിലാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ്. 1953 1957 അദ്ദേഹം സർവകലാശാല പ്രൊഫസറായി. ജർമ്മനിയിലെ ബോണിൽ 1959 മുതൽ 69 വരെ, മ്യൂൻസ്റ്ററിൽ 1963 മുതൽ 66 വരെ, ട്യൂബിംഗൻ കലാലയത്തിൽ 1966 മുതൽ 69 വരെ, 69 മുതൽ റീഗൻസ്ബർഗിൽ പ്രൊഫസർ. ഇങ്ങനെ വിവിധ കലാലയങ്ങളിൽ പ്രൊഫസറായിരുന്നു ജോസഫ് റാറ്റ്സിംഗർ. 1962 മുതൽ 65 വരെ 2ാം വത്തിക്കൻ സിനോദസിന്റെ 4 സെഷനിലും പങ്കെടുത്ത മഹാനായ വ്യക്തിയാണ് ജോസഫ് റാറ്റ്സിംഗർ. ഇതേക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് മുൻപ് ഒരിക്കൽ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ 2ാം വത്തിക്കൻ സിനോദസിന്റെ എക്സ്പെർട്ട് കൺസൾട്ടന്റ്, അതായത് മാർപ്പാപ്പ രേഖകൾ പരിശോധിക്കുന്നതിന് മുൻപ് അത് വായിച്ച് തെറ്റാവരമുള്ളതാണ് എന്ന്, തെറ്റുകളൊന്നുമില്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയ മഹാപണ്ഡിതനായ കൊച്ചച്ഛനായിരുന്നു അന്ന് അദ്ദേഹം. പോൾ 6 മാർപ്പാപ്പ 1977 മാർച്ച് 24 റാറ്റ്സിംഗറെ മ്യൂണിക് ആൻഡ് ഫ്രീസിംഗിന്റെ ബിഷപ്പായി നിയമിച്ചു. സത്യത്തിൻ്റെ സഹകാരികൾ എന്ന മോട്ടോ ആണ് അദ്ദേഹം സ്വീകരിച്ചത്. യോഹന്നാന്റെ 3-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. സത്യത്തിൻ്റെ സഹകാരികൾ.
കോഓപ്പറേറ്റേഴ്സ് ഓഫ് ട്രൂത്ത്. അക്കൊല്ലം തന്നെ 1977 തന്നെ അദ്ദേഹത്തെ കർദിനാളായി ഉയർത്തി. 1981 നവംബർ 25 വിശ്വാസ തിരുസംഘത്തിന്റെ തലവനായി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജോസഫ് റാറ്റ്സിംഗറെ നിയമിച്ചു. 2005 അദ്ദേഹം മാർപ്പാപ്പയായി, ജോസഫ് റാറ്റ്സിംഗർ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെടുന്നത് വരെ വിശ്വാസ തിരുസംഘത്തിന്റെ ആ കാര്യാലയത്തിന്റെ പ്രീഫെക്റ്റായി, തലവനായി ജോസഫ് റാറ്റ്സിംഗർ തുടർന്നു. പൊന്റിഫിക്കൽ ബിബ്ലിക്കൽ കമ്മീഷന്റെ പ്രസിഡന്റ്, രാഷ്ട്രാന്തരീയ പൊന്റിഫിക്കൽ തിയോളജിക്കൽ കമ്മീഷന്റെ പ്രസിഡന്റ്, 1986 മുതൽ 92 വരെ 6 വർഷം അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, വിശ്രമമില്ലാത്ത പരിശ്രമം, ആ പരിശ്രമത്തിലൂടെയാണ് കത്തോലിക്ക സഭയുടെ മതബോധനം എന്ന ഗ്രന്ഥം കത്തോലിക്ക സഭ പുറത്തിറക്കിയത്. 1986 മുതൽ 92 വരെ കത്തോലിക്ക സഭയുടെ മതബോധനം. ഇപ്പം നമ്മൾ എന്ത് കാര്യത്തിനും റെഫർ ചെയ്യുന്നത് കത്തോലിക്ക സഭയുടെ മതബോധനമാണ്. തിരുലിഖിതങ്ങളിലും സഭാപിതാക്കന്മാരെ അടിസ്ഥാനമിട്ട് തിരുവചനങ്ങളുടെ ബന്ധങ്ങളും തിരുവചനത്തിന് ആഴവും അതിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങളും വിശ്വാസ പ്രമാണങ്ങളും എല്ലാം ആ കോർത്തിണക്കിയിരിക്കുന്ന മഹത്തായ ഗ്രന്ഥം ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇവിടെയുണ്ട് എന്ന് വ്യക്തമായി ആരോടും പറയാൻ കഴിയുന്ന തരത്തിലുള്ള അതിമനോഹരമായ വിശ്വാസത്തിൻ്റെ വ്യാഖ്യാനം, തിരുവചനങ്ങളുടെ വ്യാഖ്യാനമില്ലാതെ വചനമെങ്ങനെ മനസ്സിലാകുമെന്ന് എത്യോപ്യയിലെ രാജ്ഞിയുടെ ധനകാര്യമന്ത്രി ചോദിച്ചിരുന്നു. ആ തിരുവചനങ്ങളുടെ അതെല്ലാം പരസ്പര ബന്ധം കോർത്തിണക്കിയുള്ള മഹത്തായ വ്യാഖ്യാനമാണ് കത്തോലിക്ക സഭയുടെ മതബോധനം. അതിൻ്റെ ശില്പി ജോസഫ് റാറ്റ്സിംഗറാണ്. രണ്ടാം വത്തിക്കൻ സുനോദോസ്, കത്തോലിക്ക സഭയുടെ മതബോധനം, യൂത്ത് കാറ്റഗിസം, നിരവധിയായ ചാക്രിക ലേഖനങ്ങൾ എന്ന് വെച്ചാൽ 1962 മുതൽ കത്തോലിക്ക സഭയെ നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചാലക ശക്തി അതായിരുന്നു ജോസഫ് റാറ്റ്സിംഗർ. ഈ വത്തിക്കാൻ കൂരിയായിൽ തന്നെ നിരവധി സംഗതികളുടെ കാര്യാലയങ്ങളുടെ മെമ്പറോ അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്ത് അല്ലെങ്കിൽ അതിൻ്റെ അംഗമായിട്ട് പ്രവർത്തിച്ച ആളാണ് ജോസഫ് റാറ്റ്സിംഗർ. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൻ്റെ സെക്കൻഡ് സെക്ഷൻ കൗൺസിലിൻ്റെ അതിൻ്റെ മെമ്പറായിരുന്നു അദ്ദേഹം. വിവിധ കോൺഗ്രിഗേഷൻസിൻ്റെ, അതായത് പൗരത്വ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയം, ഡിവൈൻ വർഷിപ്പ്, ഡിസിപ്ലിൻ ഓഫ് സാക്രമെൻറ്റ്സ്, ബിഷപ്പുമാർക്ക് വേണ്ടിയുള്ള കാര്യാലയം, ജനങ്ങളുടെ സുവിശേഷവൽക്കരണ കാര്യാലയം, കത്തോലിക്ക വിദ്യാഭ്യാസ കാര്യാലയം, പിന്നെ ക്രിസ്ത്യൻ യൂണിറ്റിയുടെ പൊന്തിഫിക്കൽ കാര്യാലയം, പൊന്തിഫിക്കൽ കമ്മീഷൻ ഫോർ ലാറ്റിൻ അമേരിക്ക, പൊന്റിഫിക്കൽ കമ്മീഷൻ എക്ലേസിയ ദേയി, ഇതിൻ്റെ എല്ലാം മെമ്പറായിരുന്നു കർദിനാള് ജോസഫ് റാറ്റ്സിംഗർ. 2005 ഏപ്രിൽ 18 78 വയസ്സിൽ കർദിനാൾ ജോസഫ് റാറ്റ്സിംഗർ പത്രോസിൻ്റെ 265 പിൻഗാമിയായി ബെനഡിക്ട് 16 എന്ന പേര് സ്വീകരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടു, മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2013 ഫെബ്രുവരി 28 പാപ്പാ സ്ഥാനത്ത് നിന്നും രാജിവെച്ചു. 600 കൊല്ലത്തിനുള്ളിൽ ആദ്യമായി ഒരു പാപ്പ ചെയ്തതാണ്. എന്തുകൊണ്ട് അദ്ദേഹം രാജിവെച്ചു? ആ രാജിവെപ്പിലൂടെ അദ്ദേഹം പാപ്പ സ്ഥാനത്തിന് നൽകിയ പുനർനിർവചനം എന്ത്? ഇതൊക്കെ നമ്മൾ മുൻപത്തെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. 2022 ഡിസംബർ 31 ശനിയാഴ്ച തൻ്റെ സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിലേക്ക് അദ്ദേഹം തിരിച്ചുപോയി. ഞാൻ പറഞ്ഞല്ലോ, ഈ വീഡിയോയിൽ സാധാരണ നമ്മൾ കാണുന്ന ഒരു പത്ര റിപ്പോർട്ട് പോലെയുള്ള ഒരു സംഗതിയല്ല നമ്മൾ ധ്യാനിക്കുന്നത്, കുറച്ച് ആഴത്തിലാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രത്തിൻ്റെ ഒരു നഖക്ഷതം, ഒരു ചെറിയ ചിത്രം ലോകത്തിൻ്റെ പ്രകാശം എന്ന ഗ്രന്ഥത്തിൻ്റെ അവസാനം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബെനഡിക്ട് മാർപ്പാപ്പയെ അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർ ലോകത്തിൻ്റെ പ്രകാശം എന്ന ഗ്രന്ഥത്തിൻ്റെ പുറകുവശത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ചിത്രം, അതായത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ചെറിയ തോതിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ലോകത്തിൻ്റെ പ്രകാശം എന്ന ഗ്രന്ഥം അത് ഒരു അഭിമുഖമാണ്. കത്തോലിക്ക സഭ വിട്ടുപോയ പീറ്റർ സീവാൾഡ് എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകനുമായി ജോസഫ് റാറ്റ്സിംഗർ നടത്തിയ അഭിമുഖം. ആ പുസ്തകം അവതരിപ്പിക്കുമ്പോൾ അതിന് ഞാൻ എഴുതിയ ഒരു കുറിപ്പ് ഒന്ന് വായിക്കുകയാണ്. എല്ലാ നിയന്ത്രണങ്ങളെയും ഭേദിക്കുന്ന
നമ്മുടെ സദാചാര ധാർമ്മിക ബോധത്തെ മന്ദമാക്കി കളയുന്ന ഒരു സംസ്കൃതിയെ പാലൂട്ടി വളർത്തിയെടുക്കുന്നതും ഇരട്ടത്താപ്പുള്ളതുമായ മാധ്യമ ഭീകരതയാണ് നമുക്ക് ചുറ്റുമുള്ളത്. നമ്മെ മനുഷ്യരാക്കുന്ന ഘടകങ്ങളെ കാറ്റിൽ പറത്തുന്ന കൗശലത്തിൻ്റെ അവതാരങ്ങളാണ് നമുക്ക് മുമ്പിലുള്ള പല ഇലക്ട്രോണിക് മാധ്യമങ്ങളും. ഇങ്ങനെ ഒരു അവസരത്തിലും ഒരു മാധ്യമ വിശാരദനോട് സൂര്യനെയും നക്ഷത്രങ്ങളെയും ചലിപ്പിക്കുന്ന സ്നേഹമെന്തെന്ന് ആത്മീയ ആചാര്യനായ ബെനഡിക്ട് 16 ശക്തമായ വാക്കുകളിൽ അവതരിപ്പിക്കുകയാണ്. 225 മൂർച്ചയേറിയതും വെല്ലുവിളിക്കുന്നതുമായ ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ഈ ഗ്രന്ഥം. നമ്മൾ മാർപ്പാപ്പയോട് ചോദിക്കുന്ന ആ ചോദ്യങ്ങൾ, കത്തോലിക്ക സഭയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളാണ് ഈ പീറ്റർ സി വാൾഡ് എന്ന മാധ്യമപ്രവർത്തകൻ ചോദിച്ചത്. അതിന് വ്യക്തമായ മറുപടി കൊടുക്കുകയാണ് ബെനഡിക്ട് 16 എന്ന മാർപ്പാപ്പ. ഞാൻ അതിൻ്റെ പുറകുവശത്തൊരു കാര്യം കൂടി വായിക്കുകയാണ്. മാർപ്പാപ്പന്മാർ മാധ്യമപ്രവർത്തകർക്ക് സാധാരണ അഭിമുഖം അനുവദിക്കാറില്ല. വ്യക്തിപരവും വിവാദപരമായ ചോദ്യങ്ങൾക്ക് മാർപ്പാപ്പ നേരിട്ട് ഒരു മാധ്യമ പ്രവർത്തകന് മറുപടി കൊടുക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. തൻ്റെ പാപ്പാ സ്ഥാനത്തിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ, വൈദികരുടെ ബാലപീഡന കേസുകൾ സൃഷ്ടിച്ച സഭയിലെ പ്രതിസന്ധി, യുക്തിയും വിശ്വാസവും തമ്മിലുള്ള തർക്കവും ബന്ധവും, ഗർഭഛിദ്രം, ആഗോള താപനം, സ്വവർഗരതി, ആഗോള സാമ്പത്തിക മാന്ദ്യം, ഇസ്ലാമുമായി ക്രിസ്ത്യാനികൾക്കുള്ള ബന്ധം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾക്ക് വ്യക്തമായും പ്രത്യക്ഷമായും മാർപ്പാപ്പ മറുപടി കൊടുക്കുന്നു. അതാണ് ഈ ലോകത്തിൻ്റെ പ്രകാശം എന്ന ഗ്രന്ഥം. ചുരുക്കത്തിൽ ബെനഡിക്ട് 16 മാർപ്പാപ്പയ്ക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ട്രിബ്യൂട്ടാണ് ഈ പുസ്തകം വാങ്ങിച്ചു വായിക്കുക. രണ്ടാമത്തെ ഒരു ഗ്രന്ഥമാണ് ക്രിസ്തുധർമ്മ പ്രവേശിക, ഇൻട്രൊഡക്ഷൻ ടു ക്രിസ്ത്യാനിറ്റി. 1968 ഈ ഗ്രന്ഥം രചിച്ചത്. അതായത് രണ്ടാം വത്തിക്കൻ സുനോദോസ് കഴിഞ്ഞ് അദ്ദേഹം ആദ്യം രചിച്ചത് രണ്ടാം വത്തിക്കൻ സുനോദോസിനെ കുറിച്ചുള്ള ഒരു ഗ്രന്ഥമാണ്. പിന്നെ രചിച്ച ഗ്രന്ഥമാണ് 1968 രചിച്ച ഗ്രന്ഥമാണ് ക്രിസ്തുധർമ്മ പ്രവേശിക. ദൈവം മരിച്ചു, ഇനി ദൈവത്തിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ മനുഷ്യര് സൂപ്പർമാനായി, ഞങ്ങളുടെ കാര്യം നിശ്ചയിക്കാൻ ഞങ്ങൾക്കറിയാം എന്നെല്ലാം ജർമ്മനിയിലെ കലാലയങ്ങളിൽ നിന്ന് ഉയർത്തിവിട്ട ഈ തത്വചിന്ത, അത് ദൈവത്തിലുള്ള വിശ്വാസത്തെ പിടിച്ചു കുലുക്കുന്ന തരത്തിൽ യൂറോപ്പിൽ ആകമാനം വീശിയപ്പോൾ അതിനെതിരെ എഴുതിയ ഒരു ഗ്രന്ഥമാണ് ക്രിസ്തുധർമ്മ പ്രവേശിക. വാസ്തവത്തിൽ ഇത് വിശ്വാസ പ്രമാണത്തിൻ്റെ 12 വകുപ്പുകളുടെ വ്യാഖ്യാനമാണ്. വെറും വ്യാഖ്യാനമല്ല, ശാസ്ത്രീയവും യുക്തിയിൽ അടിയുറച്ചതുമായ വ്യാഖ്യാനം. ഭൗതിക ശാസ്ത്രം ഞാൻ പറയണേ, ശാസ്ത്രീയവും യുക്തിയിൽ അടിയുറച്ചതുമായ വ്യാഖ്യാനമാണ് വിശ്വാസ പ്രമാണത്തിൻ്റെ 12 വകുപ്പുകളുടെ വ്യാഖ്യാനം. ഇതിലത്തെ ഒരു പാരഗ്രാഫ് ഞാനിന്ന് വായിക്കുകയാണ്. ക്രൈസ്തവർ, കത്തോലിക്കരാകട്ടെ പ്രൊട്ടസ്റ്റന്റുകാരാകട്ടെ, ദിവസത്തിൽ പല ഉരുവിടുന്നതാണ് അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണം. അവരുടെ ദൈവവിശ്വാസത്തിൻ്റെ പ്രകാശനമാണത്. ക്രൈസ്തവ സംസ്കാരത്തിൻ്റെ നെടുങ്കൻ പാതയാണ്. ഭൂമിയിൽ അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഭരണഘടനയാണ്. എന്നാൽ എത്ര പേർക്കറിയാം അതിൽ വിശ്വാസ പദങ്ങളുടെ അർത്ഥപ്പൊരുളുകൾ? എന്താണ് ഒരു ദൈവത്തിൽ 3 ആളുകൾ എന്ന് പറഞ്ഞാൽ? നാം മനുഷ്യരെ ആളെന്ന് വിളിക്കുന്ന അർത്ഥമാണോ അവിടെയുള്ളത്? യേശു ഭൂമിയിൽ ജനിച്ചപ്പോഴാണോ സ്വർഗത്തിൽ പുത്രൻ തമ്പുരാൻ ജനിച്ചത്? പുത്രൻ തമ്പുരാൻ ഭൂമിയിൽ ജീവിച്ച 33 കൊല്ലം സ്വർഗത്തിൽ പിതാവും പരിശുദ്ധാലും മാത്രമാണോ ഉണ്ടായിരുന്നത്? അപ്പോൾ ദൈവത്തിൽ ഉണ്ടായിരുന്നത് 3 ആളോ 2 ആളോ? കന്യകയിൽ ജനിച്ചത് കൊണ്ടാണോ യേശു ദൈവപുത്രനായത്? അതോ ദൈവപുത്രനായത് കൊണ്ട് കന്യകയിൽ നിന്ന് ജനിച്ചോ? ദൈവം യേശുവിൻ്റെ ശാരീരിക പിതാവാണോ? ദൈവം പിതാവും പുത്രനുമൊക്കെ ആയിരിക്കുന്നത് എങ്ങനെയാണ്? ഈ ചോദ്യങ്ങൾക്കും ഇതുപോലുള്ള മറ്റു ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അറിഞ്ഞു എന്ന് തന്നെ കരുതുക. അവയ്ക്ക് കാൽ കീഴിലെ മണ്ണ് ഒലിച്ചു പോയി നിൽക്കക്കളിയില്ലാതെ നിൽക്കുന്ന നമ്മുടെ അനുദിന ജീവിതത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത്? കഥനകഥകൾ മാത്രമായ
അഥവാ കഥയേ ഇല്ലാത്തവരായ നമ്മുടെ ജീവിതത്തിന് അത് നൽകുന്ന സംഭാവന എന്താണ്? ആപൽക്കരമായ രാക്ഷസ ഭീഷണിയുടെ കത്തിമുനയിലും മഥിക്കുന്ന ആശങ്കയിലും നടന്നും തളർന്നും ജീവിക്കുന്ന നമുക്ക് വിശ്വാസ പ്രമാണം നൽകുന്ന സാന്ത്വനത്തിൻ്റെ മുനമ്പെന്ത്? വെല്ലുവിളി എന്ത്? വിശ്വാസം എന്താണ്? വിശ്വാസം കൊണ്ട് എനിക്കുള്ള നേട്ടം എന്ത്? ഇങ്ങനെ 100,000 കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഗ്രന്ഥം. തീർച്ചയായും ഇത് ആൽബർട്ട് ഐൻസ്റ്റൈനെ പോലെ ബുദ്ധിയുള്ള ഒരാൾ എഴുതിയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ വായനയിൽ നമുക്കിത് മനസ്സിലാകില്ല. പക്ഷെ 2, 3, 4, 5, 6 പ്രാവശ്യം വായിക്കുമ്പോൾ ഈ ഗ്രന്ഥം മനസ്സിലാക്കുക മാത്രമല്ല, യേശു എന്ന മഹാരഹസ്യത്തിൻ്റെ ഉള്ളറകളിലേക്ക് നാം ആവാഹിക്കപ്പെടും. ഇതൊരു സാക്ഷ്യമാണ്, സംഭവിക്കും. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഗ്രന്ഥം തർജ്ജമ ചെയ്യാൻ അതിനു മുമ്പ് ഞാൻ 6 or 7 പ്രാവശ്യം വായിച്ചു. തർജ്ജമ ചെയ്തതിന് ശേഷം 25 or 30 പ്രാവശ്യം വായിച്ചു. ഇനിയും വായിക്കും. ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും യേശു എന്ന മഹാരഹസ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങാനുള്ള ഒരു ചെറിയ ശ്രമം ഞാൻ നടത്തുകയാണ്. അതിനാൽ ക്രിസ്ത്യാനികളും അല്ലാത്തവരുമായി എല്ലാവരും തന്നെ ഈ ഗ്രന്ഥം വായിക്കണം, കുറേശ്ശായിട്ട് വായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ബെനഡിക്ട് 16 മാർപ്പാപ്പയ്ക്ക് നൽകാവുന്ന ഏറ്റവും നല്ല ആദരവ് അതായിരിക്കും. ബെനഡിക്ട് 16 മാർപ്പാപ്പയാകുന്നതിന് മുമ്പ് വിശ്വാസ തിരുസംഘത്തിന് തലവനായിരിക്കുമ്പോൾ അദ്ദേഹത്തോട് പീറ്റർ സി വാൾഡ് എന്ന് പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ പത്രപ്രവർത്തകൻ, ജർമ്മൻകാരൻ ഒരു അഭിമുഖം ചോദിച്ചു. ആ അഭിമുഖവും അതിനുള്ള മറുപടികളുമാണ് ഈ ഭൂമിയുടെ ഉപ്പ് എന്ന ഗ്രന്ഥത്തിൽ. ഭൂമിയുടെ ഉപ്പ് എന്ന ഗ്രന്ഥം ഞാൻ ഈ ഗ്രന്ഥങ്ങൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പറയാത്ത ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഇതിനകത്ത് സൂചിപ്പിക്കുന്നത്. ഒരു ഉദാഹരണം, വത്തിക്കാൻ കാര്യാലയത്തിൽ നിലവറയിൽ സൂക്ഷിച്ചിരിക്കുന്ന വെളിച്ചം കാണാത്ത രഹസ്യരേഖകൾ എന്തൊക്കെ? അങ്ങയുടെ ബെനഡിക്ട് 16 ദൈവവിളി അതെങ്ങനെയാണ് സംഭവിച്ചത്? സ്വന്തമായി ഒരു കുടുംബം ഉണ്ടാകണമെന്ന് തോന്നിയിട്ടില്ലേ? വൈദികനാകാൻ തീരുമാനിച്ചതിന് ശേഷം ചില ആത്മസന്ദേഹങ്ങൾ, പ്രലോഭനങ്ങൾ, ചാരിത്രഭംഗത്തിനുള്ള വശീകരണങ്ങൾ എന്നിവയൊന്നും ഉണ്ടായിട്ടില്ലേ? ഇങ്ങനെ 100 കണക്കിന് ചോദ്യങ്ങൾക്കുള്ള സത്യസന്ധമായ മറുപടി അതാണ് ഈ പുസ്തകം. സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് പൗരോഹിത്യം കൊടുക്കാത്തത് സഭ? എന്തുകൊണ്ട്? അതിന് ഉത്തരം ഇതിനകത്തുണ്ട്. അങ്ങനെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാൻ ഒരു കത്തോലിക്കനോടോ അല്ലെങ്കിൽ മാർപ്പാപ്പയോടോ കർദിനാളിനോടോ മെത്രാനോടോ വൈദികനോടൊക്കെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ പുസ്തകം. അതിനാൽ എല്ലാ ക്രിസ്ത്യാനികളും വായിച്ചിരിക്കേണ്ടതാണിത്. ഈ സഭയും ഈ പുതിയ സഹസ്രാബ്ദവും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട നിരവധിയായ കാര്യങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്തിരിക്കുന്നത്. ഇതിലെ ഒരു കാര്യം മാത്രം ഞാൻ വായിക്കാം. ഇപ്പോൾ നമുക്ക് വളരെ പ്രസക്തമായ ഒരു കാര്യം, പുരോഹിതന്മാരുടെ അതിര് കവിഞ്ഞതും അനാവശ്യമായതുമായ കൈകടത്തൽ, അതാണ് സ്ത്രീ പൗരോഹിത്യത്തിന് വേണ്ടിയുള്ള മുറവിളിക്ക് കാരണങ്ങളിൽ ഒന്ന്. അഥവാ പുരോഹിതന്റെ പുരുഷ മേധാവിത്വമാണ് സ്ത്രീകൾക്കും പൗരോഹിത്യം വേണം എന്ന ആവശ്യം ഉയരാൻ കാരണം. വാസ്തവത്തിൽ എന്താണ് ഹയറാർക്കി? ആ വാക്കിൻ്റെ അർത്ഥം അധികാര ശ്രേണി എന്നല്ല അതിൻ്റെ അർത്ഥം. ഹയറാർക്കി എന്ന വാക്കിന് ശരിയായ മൊഴിമാറ്റം വിശുദ്ധമായ ചട്ടം എന്നുമല്ല, സേക്രഡ് റൂൾ എന്നല്ല, വിശുദ്ധമായ ഉത്ഭവം എന്നാണ്. സേക്രഡ് ഒറിജിൻ, വിശുദ്ധമായ ഉത്ഭവം. വിശുദ്ധമായ ഉത്ഭവത്തെ നിത്യമായി ഒഴുക്കുന്ന നീർച്ചാലാണ് പൗരോഹിത്യം. ഞാനൊന്ന് അടിവരയിട്ട് പറയാണ്, വിശുദ്ധമായ ഉത്ഭവത്തെ നിത്യമായി ഒഴുക്കുന്ന നീർച്ചാലാണ് പൗരോഹിത്യം. വിശുദ്ധമായ ആരംഭത്തെ നിത്യമായി സന്നിഹിതമാക്കുകയാണ് അത് ചെയ്യുന്നത്. പൗരോഹിത്യം എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് ഇതാണ്: നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ പുരോഹിതന്മാരല്ല. വിശുദ്ധമായ ഉത്ഭവത്തെ നിത്യമായി ഒഴുക്കുന്ന നീർച്ചാലാണ് പൗരോഹിത്യം. ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി വാദിക്കുന്നവര് പുരുഷ മേധാവിത്വത്തിൻ്റെ ആൾരൂപമായി ഒരച്ഛനാണ് പള്ളിയിൽ നിൽക്കുന്നത് കാണുന്നത്. കർത്താവിനെ അല്ല കാണുന്നത്, ദൈവത്തെ അല്ല കാണുന്നത്. പുരുഷ മേധാവിത്വത്തിൻ്റെ ആൾരൂപമായി ഒരു അച്ഛൻ. ആ അച്ഛൻ്റെ
ചുറ്റിപ്പറ്റിയാണ് വിശ്വാസം കറങ്ങുന്നത്. അപ്പോൾ അച്ഛന് തെറ്റുപറ്റിയാൽ വിശ്വാസത്തിൽ ആളുകൾക്ക് ബലക്ഷയം വരും. ദൈവത്തെ കാണാനല്ലല്ലോ ആളുകൾ പള്ളി പോണേ, അച്ഛൻ എന്ന പുരുഷ മേധാവിത്വത്തിന്റെ ബിംബത്തെ കാണാനാണ്. അപ്പോഴാണ് സ്ത്രീകൾക്കും തോന്നിയത്, നിങ്ങളും ഇങ്ങനെ അധികാരത്തിന്റെ ചിഹ്നമാണ് ഈ പൗരോഹിത്യമെങ്കിൽ ഞങ്ങൾക്കും വേണം. വിശുദ്ധമായ ഉത്ഭവത്തെ നിത്യമായി ഒഴുക്കുന്ന ചാലാണ് പുരോഹിതനെങ്കിൽ ആ വിശുദ്ധമായ ഉത്ഭവത്തിലേക്ക് തിരിഞ്ഞു നിൽക്കണ്ടേ വൈദികൻ എന്നാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പ ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള പൗരോഹിത്യത്തിന് എത്ര നല്ല നിർവചനമാണിത്. അപ്പോൾ ഈ പുസ്തകം വായിച്ചില്ലെങ്കിൽ നമുക്കത് കിട്ടുമോ? പിന്നെ ഈ ബെനഡിക്ട് 16 മാർപ്പാപ്പയെ അടുത്തറിയാൻ സഹായിക്കുന്ന 3 ഗ്രന്ഥങ്ങളാണ്, ഗ്രന്ഥത്രയങ്ങളാണ് നസ്രത്തിലെ യേശു 1, 2, 3 വാല്യങ്ങൾ. അതിൽ ഒന്നാമത്തെ വാല്യത്തിൽ ഒരു ഭാഗം ഞാൻ വായിക്കുകയാണ്. ഇത് എൻ്റെ വാക്കുകളല്ല, പ്രൊഫസർ ദേശികം രഘുനാഥൻ 2013 മാർച്ച് 24 കുറിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ അങ്ങനെ തന്നെ വായിക്കുക. ആ പുണ്യപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി എന്നെ തന്നെ ശുദ്ധമാക്കണമെന്ന് കൊതിക്കുന്നു. നടക്കാത്ത ആഗ്രഹമാണെന്നറിയുമ്പോഴും ആഗ്രഹിച്ചു പോകുന്നു. ആരുടെ പാദങ്ങളിൽ എന്നല്ലേ? സമീപകാലത്ത് പാപ്പസ്ഥാനം വെടിഞ്ഞ ആ പുണ്യാത്മാവിൻ്റെ. ഇനി എന്നെ ആർക്കും കാണാൻ കഴിയാത്ത ഏകാന്തതയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ച ബെനഡിക്ട് മാർപ്പാപ്പയുടെ ദിവ്യപാദങ്ങളിൽ കുമ്പിടാനും കുമ്പസാരിക്കാനുമാണ് എൻ്റെ ആഗ്രഹം. മനുഷ്യൻ ദുർബലനാണ്. ആശ്രമിയായാലും വൈദികനായാലും സന്യാസിയായാലും സ്ഥാനമാനങ്ങളും ആദരവും അധികാരവും വിട്ടൊഴിയാൻ സാധാരണമായി അന്ത്യശ്വാസം വരെ ആരും തയ്യാറാകില്ല. അഥവാ ആർക്കെങ്കിലും അങ്ങനെ പ്രേരണ തോന്നിയാൽ തന്നെ അവർക്കത് പ്രായോഗികമാക്കാൻ പറ്റാത്ത ഒരു ദൗർബല്യം അവരെ പിടികൂടും. അത് ബന്ധങ്ങളോ ലോകത്തിന് നിലപാടോ ഒക്കെയാകാം. പാല് തൈരാകാൻ ഉറ ഒഴിക്കുന്നത് പോലെ പൂർണ്ണമായും ഈശ്വരതയിലേക്ക് മടങ്ങാൻ, അതിന് ഏറ്റവും അനുയോജ്യമായ ഏകാന്തതയിലേക്ക് എത്തിച്ചേരാൻ ഒരു പരിവർത്തനം ആവശ്യമുണ്ട്. അതാണ് പാല് തൈരാകുന്ന അവസ്ഥ. ഈശ്വര കടാക്ഷത്തിൻ്റെ ഉറയൊഴിക്കലിലൂടെ സംഭവിക്കുന്നതാണത്. അത് ദിവ്യ മാർപ്പാപ്പയ്ക്ക് ലഭിച്ചു. കോടാനുകോടി മനുഷ്യരിൽ ഒരു ദിവ്യ നക്ഷത്രത്തിന് മാത്രം കരുണാസാഗരമായ ഈശ്വരൻ നൽകുന്ന കൃപ. അതെ, ആ ദിവ്യ നക്ഷത്രമാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പ. നസ്രത്തിൽ യേശു 1-ാമത്തെ വാല്യം. യേശുവിൻ്റെ മാമോദീസ മുതൽ രൂപാന്തരീഭാവം വരെയുള്ള കാര്യങ്ങൾ, ആരാണ് യേശു എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗ്രന്ഥം വായിച്ചിരിക്കണം. ഞാൻ ആവർത്തിക്കുകയാണ്, വ്യാഖ്യാനമില്ലാതെ, വ്യാഖ്യാതാവില്ലാതെ തിരുവചനം എങ്ങനെ മനസ്സിലാകും എന്ന് എത്യോപ്യയിലെ രാജ്ഞിയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ചോദിച്ചത് നമുക്കെല്ലാം പ്രസക്തമാണ്. അതിനാൽ ഇത് മനുഷ്യൻ്റെ വചനമാണ്, തിരുവചനമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. വായിക്കുക, തുറന്ന് വായിക്കുക, പല പ്രാവശ്യം വായിക്കുക. യേശുവിൻ്റെ മുഖം നമ്മൾ കാണും. ആ നസ്രത്തിൽ യേശു എന്ന ഗ്രന്ഥത്തിൻ്റെ 2-ാമത്തെ വാല്യം, അതിൽ 2-3 കാര്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. ഈ യുഗാന്ത പ്രഭാഷണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം. ദൈവം പിന്മാറുകയാണ്. ദൈവത്തിൻ്റെ മനസ്സ് ചൂള പോലെ കത്തുന്നു. ദൈവത്തിൻ്റെ സങ്കടക്കടൽ മൗനത്തിൻ്റെ കെട്ടടിച്ച് സൂര്യതാപത്തോടെ പുറത്തു വന്നു. നിങ്ങളുടെ ഭവനം പരിത്യക്തമായിരിക്കുന്നു. അതെ, ദൈവം പിന്മാറുകയാണ്. ദേവാലയം ഇനി മുതൽ ദേവസ്ഥാനമല്ലാതായിരിക്കുന്നു. ഇനി അത് നിങ്ങളുടെ ഭവനം മാത്രമാണ്, ദൈവത്തിൻ്റെതല്ല. ഇക്കാരണം കൊണ്ടാണ് ആദിമസഭയിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷ എന്നറിയപ്പെടുന്ന വിശുദ്ധ കുർബാന ദേവാലയത്തിൽ വെച്ച് നടത്താതെ ഭവനങ്ങളിൽ വെച്ച് ചെയ്തത്. യാമപ്രാർത്ഥനയ്ക്ക് അവർ അപ്പോഴും ദേവാലയത്തിൽ പോയി ആദിമസഭ. പക്ഷെ അപ്പം മുറിക്കൽ എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ സ്വന്തമായ വിശുദ്ധ കുർബാന ദേവാലയത്തിൽ വെച്ച് ചെയ്തില്ല. അതിന് കാരണമാണ് പറയുന്നത്, ദൈവം ദേവാലയം വിട്ടൊഴിഞ്ഞു. ദൈവം പിന്മാറുകയാണ്. ദേവാലയം ഇനി മുതൽ ദേവസ്ഥാനമല്ലാതായിരിക്കുന്നു. ഇനി അത് നിങ്ങളുടെ ഭവനം മാത്രമാണ്, ദൈവത്തിൻ്റെതല്ല. ഇങ്ങനൊരു അവസ്ഥ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബസിലിക്ക പള്ളിയിൽ സംഭവിച്ചു. വിശുദ്ധ കുർബാന ഓസ്തിയില്ലാതെ 16 കുർബാന തുടർച്ചയായി ചൊല്ലി അതിന് ദൈവത്തിൻ്റെ ഭവനം അല്ലാതാക്കി തീർത്തു. അൽമായർ ഇടപെടേണ്ടി വന്നു ആ ദൈവദൂഷണം അവസാനിപ്പിക്കാൻ.
അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട്, സ്നേഹം ഒരു പുറപ്പാടാണ്, ഒരു രൂപാന്തരത്തിൻ്റെ പുറപ്പാടാണ്. അധപതിച്ച മനുഷ്യവർഗത്തിൻ്റെ പരിധികൾക്കപ്പുറത്തേക്ക് കാലെടുത്ത് വയ്ക്കുന്ന പുറപ്പാട്. നമുക്ക് ആ വാക്കുകൾ ഒന്നുകൂടി കേൾക്കണ്ടേ? സ്നേഹം ഒരു പുറപ്പാടാണ്, ഒരു രൂപാന്തരത്തിൻ്റെ പുറപ്പാടാണ്. അധപതിച്ച മനുഷ്യവർഗത്തിൻ്റെ പരിധികൾക്കപ്പുറത്തേക്ക് കാലെടുത്ത് വെക്കുന്ന പുറപ്പാട്. സ്നേഹത്തിന് ഇതിനേക്കാൾ മെച്ചപ്പെട്ടൊരു നിർവചനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇനി സത്യത്തെക്കുറിച്ച്. സത്യം ഒരു സ്നാനമാണ്. മനുഷ്യരെ ദൈവത്തിരുമുമ്പിൽ നിൽക്കാൻ ശുദ്ധിയുള്ളവരാക്കുന്ന സ്നാനം. ആ സത്യമാകട്ടെ യേശുവാണ്. അപ്പോൾ സത്യത്തിലേക്കുള്ള സ്നേഹം യേശുവിലേക്കുള്ള സ്നാനമാണ്. സത്യത്തിലേക്കുള്ള സ്നാനം യേശുവിലേക്കുള്ള സ്നാനമാണ്. നമ്മൾ ഇതേക്കുറിച്ചൊക്കെ പലതരത്തിൽ ധ്യാനിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിരവധിയായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ബെനഡിക്ട് 16 മാർപ്പാപ്പയെ അടുത്ത് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുക, ഈ ഗ്രന്ഥങ്ങൾ പല ആവർത്തി വായിക്കുക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സ് കാണുമ്പോൾ അദ്ദേഹം ക്രിസ്തുവിൻ്റെ മുഖം ദർശിച്ചതുപോലെ നമുക്ക് ദർശിക്കാനാകും. അതെൻ്റെ വാക്കാണ്, ഉറപ്പ്. നസ്രത്തിൽ യേശു എന്ന ഗ്രന്ഥത്തിൻ്റെ 3-ാമത്തെ വാല്യം യേശുവിൻ്റെ ജനന ബാല്യകാല വിവരണങ്ങളെക്കുറിച്ചുള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗം ഞാനത് വായിക്കുകയാണ്. സത്യത്തിൽ അല്പം വിഷാദത്തോടെയാണ് ഞാൻ ഈ കുറിപ്പെഴുതുന്നത്. വാക്കുകൾക്ക് വേണ്ടി ഉഴറുന്നുണ്ട് ഞാൻ. കർത്താവ് തൻ്റെ സഭയെ സുരക്ഷിതമായി നയിക്കും എന്ന വിശ്വാസം ഉള്ളപ്പോഴും ചെറിയൊരു ഭയം ഉള്ളിലുണ്ട്. കത്തോലിക്ക സഭയുടെ നിലപാട് 1981 മുതൽ ഒരു സംശയത്തിനും ഇട നൽകാത്ത വിധം വ്യക്തമാക്കാൻ വത്തിക്കാനിൽ ഒരാളുണ്ടായിരുന്നു, ജോസഫ് റാറ്റ്സിംഗർ. വിശ്വാസ തിരുസംഘത്തിൻ്റെ തലവനായും മാർപ്പാപ്പയായും അദ്ദേഹം അടുത്ത നാൾ വരെ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ പക്ഷം ലോകത്തെ അറിയിച്ചിരുന്നു. സഭയുടെ ചോര കുടിക്കാൻ വാപ്പിളർന്നു നിൽക്കുന്ന മാധ്യമങ്ങളുടെ മുൻപിൽ ഉള്ളുറപ്പോടെയും ചങ്കുറപ്പോടെയും സനാതന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹം ഉണ്ടായിരുന്നു. പകരം നിൽക്കാൻ ആളില്ലാത്ത ഇടം അവശേഷിപ്പിച്ച് കൊണ്ട് മറ്റൊരു ധീരമായ തീരുമാനത്തിലൂടെ അദ്ദേഹം പടിയിറങ്ങിപ്പോയതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം നാം മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്. 2013 അദ്ദേഹം രാജിവെച്ച സമയത്താണ്. ഇനി ഇങ്ങനെ ഒരാളെ കിട്ടാൻ എത്ര നൂറ്റാണ്ടുകൾ നമ്മൾ കാത്തിരിക്കണം? അതിലൊരു പാരഗ്രാഫ് ഞാൻ വായിക്കട്ടെ. വിശ്വാസത്തെയും യുക്തിബോധത്തെയും ഇടചേർത്തും തയ്യാറാക്കിയിരിക്കുന്നതാണ് ഈ പുസ്തകം. ലോകത്തിന്റെ കള്ളത്തരത്തിനും ഇരട്ടത്താപ്പിനുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഇപ്പോഴും കെൽപ്പുള്ളത് കത്തോലിക്ക സഭയ്ക്ക് മാത്രമാണ്. അതിൻ്റെ അഴുക്കോ ചെളിയോ മറന്നിട്ടല്ല ഇത് ഞാൻ കുറിക്കുന്നത്. സഭ തളർന്ന ഭൂമിയോളം താണ് പരിതപിക്കുമ്പോഴും വളയാത്ത നട്ടെല്ല് അതിന് ബാക്കിയുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ജോസഫ് റാറ്റ്സിംഗർ. ഞാൻ ഒന്നുകൂടി വായിക്കാതെ. സഭ തളർന്ന് ഭൂമിയോളം താണ് പരിതപിക്കുമ്പോഴും വളയാത്ത നട്ടെല്ല് അതിന് ബാക്കിയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ജോസഫ് റാറ്റ്സിംഗർ എന്ന ബെനഡിക്ട് 16 മാർപ്പാപ്പ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ കുറിപ്പുകൾ അവസാനിപ്പിക്കാം. ദൈവത്തിന്റെ സന്ദേശവാഹകനുമായി സന്ധിച്ച ആ മഹത്തായ മണിക്കൂർ, മറിയത്തിന്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ച ആ മുഹൂർത്തം സമാപിച്ചിരിക്കുന്നു. ഗബ്രിയേൽ മാലാഖിയും മറിയം തമ്മിലുള്ള മംഗളവാർത്തയുടെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറയണേ, മാനുഷികമായ എല്ലാ സാധ്യതകളെയും അതിശയിക്കുന്ന നിയോഗ ദൗത്യവുമായി മറിയം അവിടെ ഏകയായി തീർന്നു. അവളുടെ ചുറ്റും ഇപ്പോൾ ദൈവദൂതന്മാരില്ല. കരുത്തുരണ്ട നിമിഷങ്ങളിലേക്ക് നയിക്കുന്ന പാതയിലൂടെ അവൾ യാത്ര തുടരേണ്ടിയിരിക്കുന്നു. അവളുടെ ഗർഭത്തെക്കുറിച്ച് ജോസഫിനുണ്ടാകുന്ന നടുക്കവും ഭീതിയും തുടങ്ങി യേശുവിന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് കരുതുന്ന നിമിഷങ്ങളിലൂടെ അവൾ കടന്നു പോകേണ്ടിയിരുന്നു. തീർന്നില്ല. കരുത്തുരണ്ട നിഴൽ വീണ കാൽവരുടെ പടവുകൾ കയറുമ്പോൾ കാണുന്ന കുരിശന്റെ രാത്രി വരെ അത് നെടുനീളെ നീണ്ടു നിവർന്ന് കിടക്കുന്നു.
ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ്. തീർന്നില്ല. കറുത്തുരണ്ട നിഴൽ വീണ കാൽവരിയുടെ പടവുകൾ കയറുമ്പോൾ കാണുന്ന കുരിശിന്റെ രാത്രി വരെ അത് നെടുനീളെ നീണ്ടു നിവർന്ന് കിടക്കുന്നു. പറിച്ചു നടാനോ പകരം വയ്ക്കാനോ പറ്റാത്ത വിധം വേദത്താളുകളിലേക്കും സഭാപിതാക്കന്മാരിലേക്കും ഭൗതിക ശാസ്ത്രത്തിലേക്കും വേരുകളാഴ്ത്തി നിൽക്കുന്ന വടവൃക്ഷമാണ് ജോസഫ് റാറ്റ്സിംഗർ എന്ന ബെനഡിക്ട് 16 മാർപ്പാപ്പ. നമുക്കൊരു ഭാഗ്യമുണ്ട് മലയാളികൾക്ക്. അദ്ദേഹത്തിൻ്റെ 6 ഗ്രന്ഥങ്ങൾ, ലോകത്ത് ദശലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റുപോയ 6 ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ആദരവ്, നമുക്ക് വത്തിക്കാനിൽ പോയി ആദരവ് പ്രകടിപ്പിക്കാൻ കഴിയില്ല, റീത്ത് വയ്ക്കാൻ കഴിയില്ല. നമുക്ക് ചെയ്യാവുന്ന കാര്യം അദ്ദേഹം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആ രഹസ്യങ്ങൾ വ്യാഖ്യാനിച്ചത് അത് വായിച്ച് യേശുവിൻ്റെ തിരുമുഖത്തിൻ്റെ ഒരു അന്തർദർശനം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ആ ദർശനം നമ്മൾ ഉൾക്കൊണ്ട് കർത്താവിലേക്ക് വായിക്കപ്പെടുകയാണ്. ബെനഡിക്ട് മാർപ്പാപ്പ നമ്മെല്ലാവരെയും ആശീർവദിക്കട്ടെ.